നമസ്കാരം. സ്പെയിനിന്റെ അതിർത്തി നഗരമായ സെവൂത്തയിലേക്ക് കഴിഞ്ഞ ആഴ്ച നീന്തിയെത്തിയ 60,000-ത്തിലധികം വരുന്ന കുടിയേറ്റക്കാരുടെ കൂട്ടത്തിൽ അക്രമാസക്തരായ കുറ്റവാളികളും ഇസ്ലാമിക തീവ്രവാദികളും ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് റിപ്പോർട്ട്. ഈ പ്രതിസന്ധി മുതലെടുത്ത് യൂറോപ്യൻ യൂണിയനിൽ പ്രവേശിക്കാനുള്ള സാധ്യതയുള്ള ഭീകരരെയും മറ്റു കുറ്റവാളികളെയും തിരിച്ചറിയാൻ സ്പാനിഷ് സുരക്ഷാ സേന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അതിർത്തി നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങളും വിശദമായി പരിശോധിച്ച് ഇത്തരക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സുരക്ഷാ ഏജൻസികൾ. ആഭ്യന്തര മന്ത്രാലയ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സ്പാനിഷ് വാർത്താ വെബ്സൈറ്റായ എൽ കോൺഫിഡൻഷ്യലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് കടന്നവരിൽ ഭീകരബന്ധമുള്ളവർ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതിർത്തി കടന്നെത്തിയവരിൽ നഗരത്തിൽ തുടരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കണ്ടെത്തുകയാണ് സുരക്ഷാ സേനയുടെ പ്രധാന മുൻഗണനയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കടൽ മാർഗം സെവൂത്തയിലെത്തിയ ചില കുടിയേറ്റക്കാർ മുൻപ് തങ്ങൾ ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അന്വേഷണത്തിന് വഴി തുറന്നിട്ടുണ്ട്. യൂറോപ്പിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരാളെ കുപ്പികൊണ്ട് ആക്രമിച്ചതിനെ തുടർന്ന് സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നീട് നെതർലൻഡ്സിൽ നിന്ന് മൊറോക്കോയിലേക്ക് നാട് കടത്തപ്പെട്ടതായി ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യം കുടുംബ പ്രശ്നം മൂലമാണ് നാട് കടത്തിയതെന്ന് പറഞ്ഞ ഇയാൾ പിന്നീട് ഈ ആക്രമണം കാരണമാണ് യഥാർത്ഥത്തിൽ താൻ നാട് കടത്തപ്പെട്ടതെന്ന് സമ്മതിക്കുകയായിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് സ്പെയിനിലും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ശിക്ഷ അനുഭവിച്ച ശേഷം മൊറോക്കോയിലേക്ക് നാട് കടത്തപ്പെട്ട ചിലർ സെവൂത്തയിലെ എൽ ടെറജാൽ ബീച്ചിൽ വെച്ച് തങ്ങൾ വീണ്ടും എത്തിയതായി ടെലിവിഷൻ ക്യാമറകൾക്ക് മുന്നിൽ സമ്മതിച്ചു. സ്പാനിഷ് ടെലിവിഷൻ ചാനലായ ക്വാഡ്രോയിലെ ഒരു പരിപാടിയിൽ സംസാരിച്ച 35-കാരൻ ബാഴ്സലോണയിൽ താമസിച്ചിരുന്ന കാലത്ത് തനിക്ക് മദ്യപാനവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് കാരണം താൻ നിരവധി കേസുകളിൽ അകപ്പെട്ടിരുന്നുവെന്നും ആക്രമണത്തിന് ശേഷം സ്പെയിനിൽ നിന്ന് നെതർലൻഡ്സിലേക്ക് കടന്നതായി ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. അവിടെ തടങ്കൽ കേന്ദ്രത്തിൽ 6 മാസം കഴിഞ്ഞ ശേഷം 2,000 യൂറോ ധനസഹായം സ്വീകരിച്ച മൊറോക്കോയിലേക്ക് മടങ്ങാൻ സമ്മതിക്കുകയായിരുന്നുവെന്നും ഇയാൾ വെളിപ്പെടുത്തി. ഇയാളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ബാഴ്സലോണയിലാണ് ജീവിച്ചിരുന്നത്. എനിക്ക് മദ്യപാനം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടേറെ പ്രശ്നങ്ങളിൽ ചെന്ന് വിടുകയും ചെയ്തു. ഒരു ദിവസം ഞാൻ അൾജീരിയൻ വംശജനുമായി തർക്കിക്കുകയും അയാളെ ബോട്ടിൽ കൊണ്ട് ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോളണ്ടിൽ പോയി. അവിടെ വെച്ച് ഒരു ദിവസം പോലീസ് എന്നെ തടഞ്ഞു നിർത്തി ID കാർഡ് ചോദിച്ചു. ഞാൻ മൊറോക്കോയിൽ നിന്ന് എത്തിയതേ ഉള്ളൂ എന്നാണ് അപ്പോൾ പോലീസിനോട് പറഞ്ഞത്. ഒടുവിൽ അവരെന്നെ ഒരു കുടിയേറ്റക്കാരുടെ തടങ്കൽ കേന്ദ്രത്തിലാക്കി. അവിടെ ഞാൻ 6 മാസം കഴിഞ്ഞു. ദിവസവും 1 മണിക്കൂർ മാത്രമാണ് എന്നെ പുറത്ത് മുറ്റത്തേക്ക് വിട്ടിരുന്നത്. ഒടുവിൽ മൊറോക്കോയിലേക്ക് തിരികെ പോകാൻ എനിക്ക് 2,000 യൂറോ വാഗ്ദാനം ചെയ്തു. ആ കേന്ദ്രത്തിൽ ഇനി ഒരു 6 മാസം കൂടി കഴിയാൻ താല്പര്യമില്ലാതിരുന്നതിനാൽ ഞാനത് സ്വീകരിച്ചു എന്നായിരുന്നു ഇയാൾ ആ മാധ്യമത്തോട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ജീവിതം താൻ ഉപേക്ഷിച്ചുവെന്നും ഇയാൾ ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതേ പരിപാടിയിൽ മറ്റൊരു കുടിയേറ്റക്കാരൻ മൊറോക്കോയിലെ ഒരു മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് സെവൂത്തയിലേക്ക് നീന്തി കടന്നതെന്ന് ഇയാൾ പറയുന്നു. ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട മുമ്പ് സ്പെയിനിലോ മറ്റ് രാജ്യങ്ങളിലോ നിന്ന് നാട് കടത്തപ്പെട്ട ചിലർ നിലവിലെ അതിർത്തി പ്രതിസന്ധി മുതലെടുത്ത് വീണ്ടും ഇവിടേക്ക് പ്രവേശിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊറോക്കോയിലെ അക്രമ സംഭവങ്ങളിലും കൊലപാതക കേസുകളിലും ബന്ധമുള്ള ചിലരും ഇത്തരത്തിൽ കടൽ നീന്തി കടന്ന് സെവൂത്തയിലെത്തിയതായി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. റബാത്തിലെ തെരുവുകളിൽ ചെലവഴിച്ച ബാല്യകാലത്തിന് ശേഷമാണ് ഞാൻ കുറ്റകൃത്യങ്ങളുടെ വഴിയിലേക്ക് തിരിഞ്ഞതെന്നും ആക്രമണത്തിന് അതായിരുന്നു കാരണമെന്നായിരുന്നു മറ്റൊരാൾ വെളിപ്പെടുത്തിയത്. നാട് കടത്തപ്പെടാൻ സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഈ കുറ്റത്തിന് 5 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഞാൻ മോശം കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ മറ്റൊരു വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു നല്ല മനുഷ്യനാണ്. ഇതേ പരിപാടിയിൽ മറ്റൊരു കുടിയേറ്റക്കാരൻ തനിക്ക് മൊറോക്കോയിലെ ഒരു മരണവുമായി ബന്ധമുണ്ടെന്നും ആ പ്രശ്നങ്ങൾ ഉപേക്ഷിച്ച് താൻ ഇവിടേക്ക് രക്ഷപ്പെട്ടു വരികയായിരുന്നുവെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിവിൽ ഗാർഡിൻ്റെയും നാഷണൽ പോലീസിൻ്റെയും ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഈ അഭിമുഖ ദൃശ്യങ്ങളും അതിർത്തി ക്യാമറകളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. ക്യാമറകൾക്ക് മുന്നിൽ എത്തിയവരെ മാത്രമല്ല മറ്റാളുകളെയും തിരിച്ചറിയാൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സെവൂത്തയ്ക്ക് സമീപമുള്ള മൊറോക്കൻ അതിർത്തി നഗരമായ ഫിനക് കാസ്റ്റിലോഹോസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ചരിത്രപരമായി ഇസ്ലാമിക തീവ്രവാദ റിക്രൂട്ട്മെന്റിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മുൻപ് സുരക്ഷാ പഠനങ്ങളിൽ ഈ സ്ഥലം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 2015-ൽ സിറിയയിലേക്കും ഇറാഖിലേക്കും പോയ മൊറോക്കൻ IS വിഭാഗത്തിൽ ഗണ്യമായൊരു വിഭാഗം ഈ പ്രദേശത്ത് നിന്നാണെന്നായിരുന്നു മുൻകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സെവൂത്തയിലെത്തിയ എല്ലാ കുടിയേറ്റക്കാരെയും കുറ്റവാളികളോ തീവ്രവാദികളോ ആയി കണക്കാക്കാനാകില്ലെന്നും നിലവിലെ അന്വേഷണം ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പ്രതിസന്ധിയെ തുടർന്ന് സുരക്ഷാ പരിശോധനയും രഹസ്യാന്വേഷണവും സ്പെയിൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്.